നിങ്ങളാണ് എന്താണ് നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത ഭയം തോന്നുന്നല്ലോ. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, ഞാനൊരു വഴിയാത്രക്കാരനാണ്. വിശ്രമിക്കാൻ വേണ്ടി പള്ളിയിൽ കയറിയപ്പോൾ പള്ളി പരിപാലിക്കുന്നവൻ എന്നെ പള്ളിയിൽ നിന്ന് പുറത്തോട്ടാക്കിയതാണ്. ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ നിലച്ചു നിൽക്കുകയാണ്. ഈ പാവപ്പെട്ട റൊട്ടി കച്ചവടക്കാരൻ പറയുകയാണ്, എനിക്ക് ചെറിയ ഒരു വീടാണുള്ളത്, നിങ്ങൾ എന്റെ കൂടെ പോരുക എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവരെ സന്തോഷത്തോടെ മനുഷ്യന്റെ വിറകിലൂടെ കടന്നു ചെല്ലുകയാണ്. അങ്ങനെ അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങി പ്രഭാതമായി നിസ്കാരം കഴിഞ്ഞ് ആ മനുഷ്യനോട് യാത്ര പറഞ്ഞുകൊണ്ട് യാത്ര പറയുന്ന സലാം പറഞ്ഞപ്പോൾ ആ റൊട്ടി കച്ചവടക്കാരൻ ആ ഫക്കീറായ മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾ പോകാനായിട്ടില്ല, നിങ്ങൾ അവിടെ തന്നെ നിൽക്കണേ, നിങ്ങൾ എന്റെ അതിഥിയാണ്, എന്റെ സർക്കാർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ പോകാവൂ, നിങ്ങൾക്കുള്ള പ്രഭാത ഭക്ഷണം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ മനുഷ്യൻ അവിടെ പ്രഭാത ഭക്ഷണം തയ്യാറാക്കി കൊണ്ടിരിക്കുമ്പോൾ മനസ്സോടുകൂടെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നിന്ന് പോവുകയാണ്. ആ സമയത്ത് ആ മനുഷ്യൻ, ആ ഫക്കീറായ മനുഷ്യൻ റൊട്ടി ഇങ്ങനെ പാകം ചെയ്യുന്നു. അതിന്റെ ഇടയിൽ ആ മനുഷ്യൻ അവിടെ നിന്നിങ്ങനെ അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ ഇങ്ങനെ ചലിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ ഇങ്ങനെ ചലിക്കുന്ന സമയത്ത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലയോ മനുഷ്യ, നിങ്ങൾ എന്താണ് ചൊല്ലുന്നത്? നിങ്ങൾ ഇങ്ങനെ റൊട്ടി പാകം ചെയ്യുമ്പോൾ നിങ്ങളുടെ ചുണ്ടുകൾ ഇങ്ങനെ ചലിക്കുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങൾ പറയുന്നത്, എന്താണ് നിങ്ങൾ ചൊല്ലുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവരോട് ആ ഫക്കീറായ മനുഷ്യൻ പറയുകയാണ്, എന്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകുന്ന, എന്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുന്ന ഒരു ദിക്റാണ് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാണ്, ഏതാണ് ആ ദിക്റെന്ന് പറഞ്ഞു തരണേ എന്ന് ചോദിച്ചപ്പോൾ ആ പാവപ്പെട്ട ഫക്കീറായ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാണ്, എന്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും എനിക്ക് നീങ്ങി കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഒരേ ഒരു ആഗ്രഹം മാത്രമാണ് എനിക്ക് ബാക്കിയുള്ളത്, ആ ആഗ്രഹം കൂടി സഫലമായാൽ ഞാൻ ഈ ദിക്ർ ചൊല്ലൽ നിർത്തുന്നതാണ്. അപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? ആ ഫക്കീറായ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാണ്, എനിക്ക് അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ഒരു പണ്ഡിതനുണ്ട്, ആ പണ്ഡിതന്റെ കൈപിടിച്ച് സലാം പറഞ്ഞ് മുസാഫാത്ത് ചെയ്തിട്ട് ആ മനുഷ്യനെ കൊണ്ട് എനിക്ക് ദുആ ചെയ്യിപ്പിക്കണം, അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, എന്നിട്ട് എനിക്ക് മരിച്ചാൽ മതി. അങ്ങനെ ഇത് കേൾക്കേണ്ട താമസം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. താടിരോഗങ്ങളിലൂടെ താഴോട്ട് ഒഴുകുമ്പോൾ ആ ഫക്കീറായ മനുഷ്യൻ ചോദിക്കുകയാണ്, ഫക്കീറായ മനുഷ്യൻ ചോദിക്കുകയാണ്, എന്തിനാണ് മനുഷ്യ നിങ്ങൾ കരയുന്നത്? ആ സമയത്ത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ജീവിതത്തിലെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങളുടെ അവസാനത്തെ അഭിലാഷമായ അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ തന്നെയാണ് ഞാൻ. അങ്ങനെ ആ മനുഷ്യൻ അവിടെ നിന്ന് ദുആ ചെയ്യിപ്പിക്കുകയാണ്. ഏതാണ് ആ ദിക്ർ എന്നറിയുമോ? അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ആ ചൊല്ലിയ ദിക്ർ അത് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, 5 വക്ത നിസ്കാരം കഴിഞ്ഞാലും ആദ്യമായി ഒരു മുഅ്മിനായ മനുഷ്യൻ പറയുന്നത് ഇസ്തിഗ്ഫാർ ചൊല്ലാറാണ്. അസ്തഗ്ഫിറുല്ലാഹ് 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 എന്നാണ് ചൊല്ലാറുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇസ്തിഗ്ഫാർ, അതാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നുള്ള ആ ഒരു ദിക്ർ